വെൽക്കം ഓൾ. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് പാർട്ട് 2. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേംസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോഡൈനാമിക് ജേർണൽ ബിയറിംഗ്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഒരു ജേർണൽ, ഇറ്റ്സ് കണ്ടെയ്ൻസ് ഇൻസൈഡ് എ ബിയറിംഗ്. അപ്പോൾ ജേർണൽ ബിയറിങ്ങിനിടയ്ക്ക് ലൂബ്രിക്കൻ്റ് ഉണ്ട്. ഇവിടെ ക്യാപിറ്റൽ ഡി ബൈ ടു റെപ്രസെൻ്റ് എന്താണ്, ബിയറിങ്ങിൻ്റെ റേഡിയസ് ആണ് അല്ലേ. ക്യാപിറ്റൽ ഡി ആണ് ബിയറിങ്ങിൻ്റെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ക്യാപിറ്റൽ ഡി ബൈ ടു എന്താണ്, ബിയറിങ്ങിൻ്റെ റേഡിയസ്. ബിയറിങ്ങിൻ്റെ സെൻറ്റർ എവിടെയാണ്? ഓ കൊണ്ട് റെപ്രസെൻ്റ് എന്താണ്, ബിയറിങ്ങിൻ്റെ സെൻറ്റർ. അപ്പോൾ നമുക്കറിയാം ജേർണൽ ഈസ് എക്സെൻട്രിക് അല്ലേ. ജേർണൽ എക്സെൻട്രിക് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ ഈസ് ക്യാരിയിങ് എ ലോഡ് W. ഈ റെഡ് മാർക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നത് ജേർണലിലുള്ള ലോഡാണ്. ആ ലോഡാണ് എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, W കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ജേർണലിൻ്റെ സെൻറ്റർ ഏതാണ്? O1 അല്ലേ. ജേർണലിൻ്റെ സെൻറ്റർ O1 ആണ്. ജേർണലിൻ്റെ റേഡിയസ് എന്താണ്, സ്മോൾ ഡി ബൈ ടു ആണ് ജേർണലിൻ്റെ റേഡിയസ്. അതായത് ജേർണലിൻ്റെ ഡയമീറ്റർ നമ്മൾ സ്മോൾ ഡി ആയിട്ട് എടുത്തു. അതുകൊണ്ട് തന്നെ ജേർണലിൻ്റെ റേഡിയസ് എന്താണ്, സ്മോൾ ഡി ബൈ ടു അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ് എക്സെൻട്രിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സെൻട്രിസിറ്റി എന്തായിരിക്കും? അപ്പോൾ നമ്മളിപ്പോൾ ബിയറിങ്ങിൻ്റെ സെൻറ്ററും ജേർണലിൻ്റെ സെൻറ്ററും കണക്ട് ചെയ്ത് ഒരു ലൈൻ കൊണ്ട് കണക്ട് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എക്സെൻട്രിസിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്, സെൻറ്റർ ഓഫ് ദ ബിയറിംഗ് ആൻഡ് സെൻറ്റർ ഓഫ് ദ ജേർണൽ അല്ലേ. ഇതിനാണ്, ഈ ഡിസ്റ്റൻസിനാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് പറയുന്നത്, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ എന്താണ്, ഈ ജേർണൽ ഇത് ഫുൾ RPM അല്ലെങ്കിൽ നമ്മുടെ റേറ്റഡ് RPM റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്താണ്, ഒരു മിനിമം ക്ലിയറൻസ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ബിറ്റ്വീൻ ബിയറിംഗ് ആൻഡ് ജേർണൽ ദർ ഇസ് എ മിനിമം ക്ലിയറൻസ് സ്പേസ്. അപ്പോൾ ഈ മിനിമം ക്ലിയറൻസ് സ്പേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ മിനിമം ഫിലിം തിക്നെസ് ഉണ്ടാകുന്നത് ഈ ഒരു റീജിയനിലായിരിക്കും, ഈ ഒരു ലെങ്തിലായിരിക്കും, അലോങ് ദിസ് ലെങ്ത് ആയിരിക്കും. സോ ആ ലെങ്തിനെ നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്മോൾ h അല്ലെങ്കിൽ മിനിമം ഫിലിം തിക്നെസ് എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ രണ്ട് ടേം പറഞ്ഞു, എക്സെൻട്രിസിറ്റി ആൻഡ് മിനിമം ഫിലിം തിക്നെസ്. അപ്പോൾ ഇതിൽ ഡയമട്രൽ ക്ലിയറൻസും റേഡിയൽ ക്ലിയറൻസും നമ്മൾ മുൻപേ പറഞ്ഞതാണ്. ഡയമട്രൽ ക്ലിയറൻസ് എന്താണ്, ഡയമീറ്റർ ഓഫ് ബിയറിംഗ് മൈനസ് ഡയമീറ്റർ ഓഫ് ജേർണൽ ആണെന്ത്, ഡയമട്രൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. റേഡിയൽ ക്ലിയറൻസ് എന്തായിരിക്കും? അപ്പോൾ റേഡിയസ് ഓഫ് ബിയറിംഗ് മൈനസ് റേഡിയസ് ഓഫ് ജേർണൽ. അതെന്താണ്, ഇതിൻ്റെ ബൈ 2 ആണല്ലേ. ബൈ 2 ഡയമട്രൽ ക്ലിയറൻസ് ഡിവൈഡഡ് ബൈ 2 ആണെന്ത്, റേഡിയൽ ക്ലിയറൻസ്. ഇനി അടുത്തൊരു ടേം ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ഇൻ ഡിസൈനിങ്, റേഡിയൽ ക്ലിയറൻസ് റേഷ്യോ. അതായത് എന്താണ്, റേഡിയൽ ക്ലിയറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ജേർണൽ അല്ലേ. സ്മോൾ ഡി എന്താണ്, ഡയമീറ്റർ ഓഫ് ജേർണൽ. സോ റേഡിയൽ ക്ലിയറൻസ് സ്മോൾ c ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ജേർണലാണ് എന്ത്, റേഡിയൽ ക്ലിയറൻസ് റേഷ്യോ. ഇനി മിനിമം ഫിലിം തിക്നെസ് നമ്മൾ പറഞ്ഞു, സ്മോൾ h, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ബിയറിംഗ്. മിനിമം ഡിസ്റ്റൻസ് ആണ് അല്ലേ, ജേർണലിനും ബിയറിങ്ങിനും ഇടയ്ക്കുള്ള മിനിമം ഡിസ്റ്റൻസ് ആണിത്. സോ ഇസ് എ മിനിമം ഡിസ്റ്റൻസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ h, സ്മോൾ h കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മിനിമം ഫിലിം തിക്നെസ്. ഇനി എക്സെൻട്രിസിറ്റി നമ്മൾ പറഞ്ഞു, എന്താണ്, റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദ ബിയറിംഗ് ആൻഡ് ദ ഡിസ്പ്ലേസ്ഡ് സെൻറ്റർ. ഈ ഡിസ്പ്ലേസ് ആവാനുള്ള കാര്യം എന്താണ്, ലോഡ് ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ് ഈ സെൻറ്റർ ഡിസ്പ്ലേസ് ആകുന്നത്. അപ്പോൾ ആ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്ഡ് സെൻറ്റർ ഓഫ് ദ ജേർണൽ ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ ബിയറിംഗ്. ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കി മനസ്സിലാകും, എക്സെൻട്രിസിറ്റി. അതായത് എക്സെൻട്രിസിറ്റി ഇ പ്ലസ് എന്താണ്, സ്മോൾ ഡി ബൈ 2 പ്ലസ് h എന്താണ്, ഇ പ്ലസ്, അതായത് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഡി ബൈ 2, ഇത് റേഡിയസ് ആണ്. സോ ഇ പ്ലസ് സ്മോൾ ഡി ബൈ 2 പ്ലസ് h ആണ് എന്ത്, ക്യാപിറ്റൽ ഡി ബൈ 2 അല്ലേ. അത് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഇ പ്ലസ് സ്മോൾ ഡി ബൈ 2 പ്ലസ് h ആണ് എന്ത്, ക്യാപിറ്റൽ ഡി ബൈ 2. അതിൽ നിന്ന് നമുക്ക് ഈ സ്മോൾ ഇക്ക് ഒരു ഇത് കൊണ്ടുവരാം, ഇക്വേഷൻ കൊണ്ടുവരാം. ഇത് രണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ റിലേഷൻ, ക്യാപിറ്റൽ ഡി ബൈ 2 മൈനസ് സ്മോൾ ഡി ബൈ 2 മൈനസ് h ആണ് എന്ത്, ഇ അല്ലേ. അതായത് ക്യാപിറ്റൽ ഡി ബൈ 2 മൈനസ് സ്മോൾ ഡി ബൈ 2 നമുക്കറിയാം എന്ത്, ക്യാപിറ്റൽ ഡി ബൈ 2 മൈനസ് സ്മോൾ ഡി ബൈ 2 ആണ് എന്ത്, റേഡിയൽ ക്ലിയറൻസ് അല്ലെങ്കിൽ സ്മോൾ c. സോ ഇതിനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ടേമിന് പകരം നമുക്ക് സ്മോൾ c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഈക്വൽ ടു എന്താണ്, c മൈനസ് h. ഇനി ഒരു ടേം കൂടിയുണ്ട്, എക്സെൻട്രിസിറ്റി റേഷ്യോ. അപ്പോൾ എക്സെൻട്രിസിറ്റി റേഷ്യോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എന്താണ്, ഇ ഡിവൈഡഡ് ബൈ c. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സെൻട്രിസിറ്റി അല്ലേ, c മൈനസ് h ഡിവൈഡഡ് ബൈ c എന്താണ്, c നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്,
റേഡിയൽ ക്ലിയറൻസ് ആണ് സ്മോൾ സി. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയൽ ക്ലിയറൻസ് ആണ് എന്ത് എക്സെൻട്രിസിറ്റി റേഷ്യോ. ഇനി ഇക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സി മൈനസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ ബൈ സി അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി റേഷ്യോ എന്താണ്? സി മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ സി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിനെ പറ്റിയാണ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ എക്സ്പെരിമെൻ്റലി ഫൗണ്ടഡ് ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അതായത് ഒരു ബിയറിങ്ങിൽ ഫുള്ളി ലൂബ്രിക്കേറ്റഡ് ജനറൽ ബിയറിങ്ങിൽ ഉണ്ടാകുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 3 കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏതാണ്? ഇസഡ് എൻ ബൈ പി, രണ്ടാമത്തത് ഡി ബൈ സി, മൂന്നാമത്തെ എൽ ബൈ ഡി. എൽ ബൈ ഡി നമുക്കറിയാം ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ ആണ്. ഡി ബൈ സി എന്താണ്? ഡി എന്ന് പറയുമ്പോൾ ജേർണൽ ഡയമീറ്റർ, സി എന്ന് പറയുമ്പോൾ റേഡിയൽ ക്ലിയറൻസ്. അപ്പോൾ ഈ 3 കമ്പോണൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇസഡ് എൻ ബൈ പി എന്ന് പറഞ്ഞ ടേമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയുന്നത്. സോ അതൊരു ഡയമെൻഷൻലെസ് പാരാമീറ്ററാണ്. അത് നമ്മൾ ബിയറിങ്ങിൻ്റെ പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് എന്ത്? ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അപ്പോൾ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ ബിയറിങ്ങിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ, ഇഫ് ഇറ്റ് ഈസ് ഇൻ എ സേഫ് സ്റ്റേബിൾ കണ്ടീഷനാണോ അതോ തിൻ ഫിലിമിലാണോ, ഏത് കണ്ടീഷനാണെന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ അല്ലെങ്കിൽ ഇസഡ് എൻ ബൈ പി വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇസഡും എന്നും പിയും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇസഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അബ്സല്യൂട്ട് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ദ ലൂബ്രിക്കൻറ്റ്. അപ്പോൾ ലൂബ്രിക്കൻറ്റിൻ്റെ വിസ്കോസിറ്റിയാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇസഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസഡിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. സോ എൻ എന്താണ്? ക്യാപിറ്റൽ എൻ ആണ്, അത് നോക്കിയോണം. എൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ് ഓഫ് ജേർണലിൻ്റെ റൊട്ടേഷനാണ് നമ്മൾ ക്യാപിറ്റൽ എന്നിൽ കൊടുക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയറിംഗ് പ്രഷർ ഓൺ ദ പ്രൊജക്റ്റഡ് ബിയറിംഗ് ഏരിയ. അതായത് നമ്മുടെ ബിയറിംഗ് പ്രഷറാണ് എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിയുടെ യൂണിറ്റ് നോക്കുക, ന്യൂട്ടൺ പെർ സ്ക്വയറിലാണ്, മില്ലിമീറ്റർ സ്ക്വയറിലാണ്. ഇതെങ്ങനെയാണ് ബിയറിംഗ് പ്രഷർ ഇൻ പ്രൊജക്റ്റഡ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ ലോഡ് എത്ര ഉണ്ട്? ഡബ്ല്യു ഉണ്ട് അല്ലേ? ഡബ്ല്യു ലോഡ് ആക്ട് ചെയ്യുന്നു. സോ ഇവിടെ പ്രൊജക്റ്റഡ് ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഡയമീറ്റർ ഓഫ് ദ ജേർണലുണ്ട്, ഇവിടെ ലെങ്ത് ഉണ്ട്. സോ ഈ ലെങ്തും ഡയമീറ്ററും കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തോ ഒരു റെക്റ്റാങ്കുലർ പ്രൊജക്റ്റഡ് ഏരിയ ആക്കാം അല്ലേ? അതായത് ഈ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന പ്രൊജക്റ്റഡ് ഏരിയ എന്താണ്? ഒരു റെക്റ്റാങ്കിളാണ്. ഹാവിങ് സൈഡ്സ് ഏതൊക്കെയാണ്? ഹാവിങ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, ലെങ്ത് എൽ ആൻഡ് ബ്രെഡ്ത്ത് ഡി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ എന്താണ്? എൽ ഇൻറ്റു ഡി. അങ്ങനെയാണ് ആ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിളായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ പ്രഷർ നമുക്കറിയാം എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ ആണ് എന്ത്? പ്രഷർ അല്ലെങ്കിൽ ബിയറിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ ലോഡാണ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദ ജേർണൽ. അതാണ് എന്ത്? ലെങ്ത് ഇൻറ്റു ഡയമീറ്റർ എടുത്തിരിക്കുന്നത്, ഡബ്ല്യു ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡി. ഇവിടെ എല്ലും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എമ്മിലാണ്, ഡബ്ല്യു ന്യൂട്ടനിലാണ്. അതുകൊണ്ടാണ് ബിയറിംഗ് പ്രഷറിൻ്റെ യൂണിറ്റ് എന്ത് വന്നത്? ന്യൂട്ടൺ പെർ സ്ക്വയർ ആയിട്ട് വന്നത്.